ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകും നമ്മുടെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ റീസെന്റ് ഇവരുടെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ നമ്മുടെ എന്താ പറയാ ഡെബിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡെബിറ്റ് കാർഡിന്റെ വ്യത്യാസം സംഭവമാണ്. ഇപ്പോൾ ഇത് ആക്ച്വലി ഇതിന്റെ ഡെബിറ്റ് കാർഡിനൊക്കെ നമുക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആണ്. അതിനുശേഷം നമുക്ക് 100 രൂപ ചാർജ് വരുന്നുണ്ട്. എന്നാലും പക്ഷെ കുഴപ്പമില്ല, റൂപേ കാർഡാണ് വരുന്നത്, ക്ലാസിക് കാർഡാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. വെച്ചാൽ സ്മോൾ ഫൈനാൻസ് ബാങ്കുകാരെയാണ്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ നമുക്ക് ഇതിന് ബ്രാഞ്ചസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഇഷ്യൂ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു സെക്കൻഡറി അല്ല, എൻ്റെ വേറെ സീറോ ബാലൻസ് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഒരു ഇടക്കിടയ്ക്ക് ഇങ്ങനെ നമുക്കിപ്പോൾ എമർജൻസി മണിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ നമുക്കൊരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സീറോ ബാലൻസ് അക്കൗണ്ട് ഒക്കെ നല്ല പരിപാടിയാണെന്ന് വെച്ചാൽ അതിന് ഭയങ്കര ചാർജ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി യൂണിയൻ ബാങ്കിന്റെ ഒരു പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഇപ്പോൾ നിങ്ങൾ FD ഇടാനൊക്കെ അല്ലെങ്കിൽ RD ഇടാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് കൂടുതലുണ്ട് നോർമൽ ബാങ്കിനായിട്ടും. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്ന RD ഇപ്പൊ റെക്കറന്റ് ഡെപ്പോസിറ്റും അതുപോലെ തന്നെ FD ഇടുന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഇടായിരുന്നു. അതായത് AU ബാങ്ക് അങ്ങനത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഇടായിരുന്നു. അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ നോർമലി നമ്മുടെ സ്മോൾ ബാങ്കാണ്, നോർമൽ RBI അപ്രൂവ്ഡ് ബാങ്കാണ്. അപ്പോൾ സേഫും സംഭവങ്ങളൊക്കെയാണ്, ബ്രാഞ്ചസും ഉണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ബ്രാഞ്ചിലേക്ക് പോവാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ അക്കൗണ്ടുകൾ എടുക്കുന്നുണ്ട്. മെയിനായിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട്. ഞാനിപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു പ്രൈമറി മെയിൻ അക്കൗണ്ട് അല്ലാണ്ട് ബാക്കിയെല്ലാം സാലറി അക്കൗണ്ട് സംഭവം അല്ലാണ്ട് ബാക്കി എല്ലാം ഉപയോഗിക്കുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട്. ബാക്കി അക്കൗണ്ടൊക്കെ ഞാൻ ക്ലോസ് ചെയ്തു. HDFC ഒക്കെ എൻ്റെ നോർമൽ അക്കൗണ്ട് ഒക്കെ ഉണ്ട്. കത്തിയാണ് ഒരു പൈസ പോലും നമ്മുടെ മിനിമം ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചാർജസ് പിടിക്കും. ആക്സിസ് ബാങ്ക്, HDFC ഒക്കെ ഞാൻ ക്ലോസ് ചെയ്തു കിട്ടാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് മാത്രം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഇവരുടെ ആപ്പും സംഭവങ്ങളൊക്കെ ജീവൻ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ സംഭവത്തിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഒരു ATM കാർഡ് സൂക്ഷിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു കേസ് ഒരു പേപ്പറിന്റെ കേസാണ്. പിന്നെ അവരുടെ അതർ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സേവിങ്സ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ് ഇല്ല, ബാക്കിയൊക്കെ ഉണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കോർഡ് ഡെപ്പോസിറ്റ്, ഹോം ലോണ്, പേഴ്സണൽ ലോണ്, ബിസിനസ് ലോണ് മാറ്റി വയ്ക്കും. അപ്പോൾ ഇങ്ങനൊരു പേപ്പർ കിട്ടുന്നുണ്ട്. വേറെ ഒന്നുമില്ല പറഞ്ഞോളൂടാ. അപ്പോൾ അവരുടെ ഒരു വെൽക്കം ലെറ്റർ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മൊബൈൽ ബാങ്കിങ് ഒക്കെ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പഠന സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, സേഫ്റ്റി ടിപ്സ്, ഇന്റർനെറ്റ് ബാങ്കിങ് നമുക്ക് എങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വെൽക്കം ലെറ്റർ ആണ്, അതിന്റെ അഡ്രസ്സും സംഭവങ്ങളൊക്കെ കൂടെ കൊടുക്കുന്നുണ്ട്. കാർഡ് താഴെയും കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കാർഡ് ഒന്ന് എടുക്കട്ടെ. ഇതിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ളി കാണിച്ചു തരാൻ കുറച്ച് പാടാണ്. ഇതെന്തിനാണാവോ ഇങ്ങനെ എല്ലാവർക്കും ഈ ബാക്ക് സൈഡിൽ വെക്കാൻ ടൈപ്പ് ആക്കി കൂടെ. ഇത് റൂപേ വേരിയന്റ് ആണ് കേട്ടോ, ക്ലാസിക് വേരിയന്റ് ആണ്, ഇന്റർനാഷണൽ അല്ല. പക്ഷെ NFC സപ്പോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കാർഡ്, പച്ച കളർ കാർഡ്, നല്ല രസമുണ്ട് കാണാൻ. ഉജ്ജീവൻ ബാങ്കിന്റെ ലോഗോ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ക്ലാസിക്കിന്റെ ഇത് കാണാം നിങ്ങൾക്ക്. ഉജ്ജീവൻ ബാങ്ക് കൂടെ കാണാം, NFC ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഫ്രണ്ടിലുള്ള കാരണം എനിക്ക് ഫുള്ള് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമുക്ക് വന്നേക്കുന്ന വെൽക്കം ലെറ്റർ. കണ്ടോ, എൻ്റെ കസ്റ്റമർ ID, അക്കൗണ്ട് നമ്പർ, റൂപേ ക്ലാസിക് ഡെബിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കീ ഫീച്ചേഴ്സ് ഓഫ് ഉജ്ജീവൻ ബാങ്ക് റൂപേ ക്ലാസിക് കാർഡ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ഓൺ ഉജ്ജീവൻ ബാങ്ക് ATMs and 6 ഫ്രീ ട്രാൻസാക്ഷൻ അതർ ബാങ്ക് ATM കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗോ ക്യാഷ്ലെസ് ഓൺ ഇ-കോം ആൻഡ് POS ട്രാൻസാക്ഷൻ അപ് ടു 50,000 ആൻഡ് വിഡ്രോവൽ അപ് ടു 25,000 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവർ അപ് ടു 1 lakh നമുക്ക് ഇതിനോട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇതിന്റെ വി വെൽക്കം യു ടു ദ ഹോൾ ന്യൂ വേൾഡ് ഓഫ് ബാങ്കിങ് വിത്ത് ഉജ്ജീവൻ ബാങ്ക് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് which is powered by the benefit of റൂപേ ക്ലാസിക് ഡെബിറ്റ് കാർഡ്. അതൊക്കെയാണല്ലോ നമ്മുടെ കസ്റ്റമർ ID കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് ഓഫ് കാർഡ്, പേര്, എക്സ്പയറി ഡേറ്റ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഓപ്പൺ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് നോർമൽ പോയി കിട്ടുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ ആപ്പ് കാണിച്ചു തരാണെങ്കിൽ ഞാൻ എൻ്റെ ഇതിന്റെ ആപ്പ് ഇങ്ങനെയാണ്. ഇതിന്റെ ആപ്പിന്റെ ഹോം പേജ് ലോഗിൻ ഒക്കെ നമുക്കിതിൽ ഉണ്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആപ്പ് എന്ന് പറയാം. വലിയ കിടിലൻ ആപ്പ് ഒന്നും പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ആപ്പ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ലാത്ത സംഭവമാണ് എന്ന് തന്നെ പറയാം. അതായത് ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ അത് കറണ്ട് അക്കൗണ്ടാക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ്.
നമുക്ക് മൈ അക്കൗണ്ട്, ഡെപ്പോസിറ്റ്, ഫണ്ട് ട്രാൻസ്ഫർ, അങ്ങനത്തെ എല്ലാ സംഭവം, ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു, നിങ്ങളൊരു പ്രത്യേകിച്ച് നിങ്ങളൊരു സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കോട്ടക്കിന്റെ ഇരുപത് അക്കൗണ്ട് ഒക്കെ നമുക്ക് ഇപ്പൊ ബാൻ ചെയ്തപ്പോൾ എടുക്കാൻ പറ്റില്ല. യു ബാങ്കിന്റെയും അക്കൗണ്ട് നിങ്ങൾക്കറിയായിരിക്കും. കുറെ പേർക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്തുകൊണ്ട് അവർക്ക് ബ്രാഞ്ചസ് ഇപ്പൊ തന്നെ നമുക്ക് ഫിൻകെയർ ബ്രാഞ്ചസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് യു ബാങ്കിന്റെ അക്കൗണ്ട് എടുക്കണ പോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഉജ്ജീവൻ ബാങ്കിന്റെ അക്കൗണ്ട് എടുക്കാട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഒന്നും സംഭവമൊന്നും ഞാൻ കണ്ടില്ല എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവരുടെ ഉജ്ജീവൻ ബാങ്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നോർമൽ പോലെ തന്നെയാണ്, നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡും വെച്ചിട്ട് അപ്ലൈ ചെയ്യുക, വീഡിയോ KYC ചെയ്യുക, കഴിഞ്ഞു സംഭവം. നമുക്ക് വീഡിയോ KYC കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ അയച്ചു തരും. അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ സാധനം ആക്റ്റീവ് ആവുന്നുണ്ട്. ഇനീഷ്യലി നമുക്കൊരു 5000 രൂപ നമുക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, അതവർ ചോദിക്കുന്നുണ്ട്. ഇനീഷ്യൽ ഡെപ്പോസിറ്റ് 5000 ഉണ്ട്. അതിന് എക്സ്ട്രാ സംഭവമൊന്നും പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇയർ ഡെബിറ്റ് കാർഡും ഫ്രീ ആണ്. അപ്പോൾ ഇനീഷ്യൽ ചാർജോ ആദ്യത്തെ ഫസ്റ്റ് ഇയർ ആനുവൽ ചാർജ് സംഭവമൊന്നും ഇല്ല. അപ്പോൾ അതിന് ശേഷം പിടിക്കുള്ളൂ. 100 രൂപയാണ് അതിന്റെ ആ കാർഡിന്റെ ചാർജ് വരുന്നത് ഫസ്റ്റ് ഇയറിന് ശേഷം കേട്ടോ. അപ്പൊ കുഴപ്പമില്ലാത്ത കാർഡ് തന്നെയാണ്. ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ചാർജസും സംഭവങ്ങളൊക്കെ കുറഞ്ഞൊരു കാർഡല്ല, അക്കൗണ്ട് തന്നെയാണെങ്കിൽ പറയാട്ടെ. അപ്പൊ നിങ്ങളൊരു സെക്കൻഡറി ആയിട്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്, നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നമ്മുടെ ഒരു എന്താ പറയാ എന്റെ ഒരു വെബ്സൈറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ ക്രെഡിറ്റ് കാർഡ്സും അതുപോലെ തന്നെ ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയാണ്. അപ്പോൾ ഞാൻ ajmg.banksupport.in എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പറിന് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള സംഭവമൊക്കെ അതിൽ കാണിക്കും. നമുക്ക് അതിൽ ബിസിനസ് ലോൺസ്, സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സ് അപ്ലൈ ചെയ്യാം. നോക്കാൻ മറക്കണ്ട, ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമന്റ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത് കാണാം. ബൈ.